ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ ക്ലിയർ ആയിട്ടൊരു കാര്യം മനസ്സിലാവും. ബ്രൂണോ ഫെർണാണ്ടസിന് ഒരു പാസ് റൊണാൾഡോ ഡിക്കകത്തിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. പുള്ളി അത് വളരെ നിസ്സാരമായിട്ട് നെഗറ്റീവ് പോവുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് പോർച്ചുഗലിന്റെ മിഡ്ഫീൽഡേഴ്സ് ആ കളി ഒട്ടാകെ ചെയ്തത്. വിങ്ങിലിട്ട് ബോൾ തട്ടിക്കളിക്കുക, ഒരു കൗണ്ടർ അറ്റാക്ക് നടത്താനോ സ്ട്രൈക്കർക്ക് ഒരു ബോൾ ത്രൂ ഇട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു ഷോട്ട് എടുക്കാനോ മിഡ്ഫീൽഡേഴ്സ് തയ്യാറാവുന്നില്ല. അവരുടെ മൈൻഡിൽ സ്ട്രൈക്കർക്ക് ഒരു ബോൾ കൊടുക്കുക എന്നുള്ള ഒരു ഐഡിയ, ബേസിക് ഐഡിയ പോലും ഇല്ല. അപ്പോൾ ആ കളി കണ്ടവരാരും റൊണാൾഡോയെ പൂർണ്ണമായിട്ട് വിമർശിക്കില്ല. പുള്ളിക്ക് മേലിൽ ഇത്രയും പ്രഷർ കൊടുത്തിട്ട് നമുക്ക് ഒന്നും കിട്ടാനില്ല. പോർച്ചുഗൽ ടീമിൻ്റെ ഒരു കോർഡിനേഷൻ ഇല്ലായ്മയോ അല്ലെങ്കിൽ ഒരു ഐഡിയ പാളിപ്പോയതോ ആണ് ആ കളി അങ്ങനെ ആയിപ്പോയത്. ഒരിക്കലും DR കോങ്കോയുടെ ഡിഫൻസും മോശമായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം, 6 ഫിഫ കളിച്ച റൊണാൾഡോയ്ക്ക് ആരും സ്ട്രൈക്കറിൻ്റെ പൊസിഷൻ എന്താണെന്ന് പറഞ്ഞു കൊടുക്കണ്ട. അതുപോലെ തന്നെ പുള്ളിക്ക് ഉള്ളതുപോലെ ഒരു എക്സ്പീരിയൻസ് ആ കളിച്ചതിൽ അക്കൂട്ടത്തിൽ ആർക്കും അടുത്ത ഇല്ലെന്നാണ്. അതുകൊണ്ട് വിമർശിക്കാൻ വരട്ടെ, ഗ്രൂപ്പ് സ്റ്റേജിൽ ഇനിയും കളിയുണ്ട്. ഇനിയുള്ള കളികൾ കണ്ടിട്ട് നമുക്ക് റൊണാൾഡോയിൽ പോർച്ചുഗലിലേക്ക് മൊത്തത്തിൽ വരെയാണ്. അതുകൊണ്ട് വെയിറ്റ്